നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ വീണ്ടും മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്തരമൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നും നാളെയും ബംഗാൾ ഉൾക്കടലിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തെയും വ്യോമ അതിർത്തി ഭാഗികമായി അടച്ചിടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഒരു മിസൈൽ പരീക്ഷണമാണെന്ന തരത്തിൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. 2 ദിവസങ്ങളിലായി 3 മണിക്കൂർ വീതമാണ് വ്യോമാതിർത്തി അടച്ചിടുന്നത്. വ്യോമാതിർത്തി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് നോട്ടീസിൽ കാരണം എന്തിനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനുള്ള വ്യക്തമായ കാരണം നോട്ടീസിൽ വിശദീകരിക്കേണ്ടതില്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. സൈനിക അഭ്യാസങ്ങൾക്കും ആയുധ പരീക്ഷണങ്ങൾക്കും ഇത്തരത്തിൽ കാരണം വ്യക്തമാക്കാതെ വ്യോമാതിർത്തി അടച്ചിടാറുണ്ടെന്നും ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ആൻഡമാന് ചുറ്റുമുള്ള വ്യോമാതിർത്തി അടച്ചിടുന്നത് മിസൈൽ പരീക്ഷണമോ ആയുധ പരീക്ഷണമോ നടത്താൻ വേണ്ടിയാണെന്ന് കരുതുന്നത്. കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിൽ സംശയിച്ചാലും തെറ്റു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ പല രീതിയിലുള്ള മിസൈൽ ശേഖരങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വേളയാണ്. ഇന്ത്യ മാത്രമല്ല, യുദ്ധപശ്ചാത്തലത്തിൽ നിൽക്കുന്ന പല രാജ്യങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരീക്ഷണമാണോ ഇന്ത്യ നടത്തുന്നത് എന്നുള്ളത് ആ ഒരു സംശയം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ ഒരു നീക്കം. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് മേഖല ഇന്ത്യ നേരത്തെയും മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജാനുവരിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ മേഖലയിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടത്തിയിരുന്നു. വ്യോമാതിർത്തി അടച്ചിടുന്നത് നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് കരുതുന്നത്. വ്യോമാതിർത്തി അടച്ചിടുമെന്ന് അറിയിപ്പുണ്ടെങ്കിലും ബദൽ റൂട്ടുകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ പലപ്പോഴായി മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. നാവികസേനയുടെ പടക്കപ്പലിൽ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നടന്നത്. മിസൈൽ പരീക്ഷിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാനെ അന്ന് മറുപടിയായി ഇന്ത്യ കളത്തിലിറക്കിയത് മിസൈൽ ഡിസ്ട്രോയറായ INS സൂറത്തിനെയായിരുന്നു. കപ്പലിൽ സീ സ്കിമ്മിംഗ് പരീക്ഷണമാണ് അന്ന് ഇന്ത്യ നടത്തിയത്. കറാച്ചി തീരത്തോട് ചേർന്ന് മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര പടക്കപ്പലുകളിലൊന്നായ INS സൂറത്തിൽ നിന്ന് സീ സ്കിമ്മിംഗ് നടത്തിയത്. നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയറുകളിൽ 4ാമത്തേതാണ് INS സൂറത്ത്. കടലിന് മുകളിലൂടെ റഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കുന്ന യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ കണ്ടെത്തി തകർക്കുന്ന പരീക്ഷണമാണ് സീ സ്കിമ്മിംഗ്. ഈ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴായി ഇന്ത്യ നടത്തിയിട്ടുള്ള മിസൈൽ പരീക്ഷണങ്ങളിൽ വിജയം കണ്ട മിസൈലുകളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു. മെയ് 9, 10 തീയതികളിലായി പാകിസ്ഥാൻ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും നഗരങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് വിജയകരമായി പ്രതിരോധിച്ചതിന് പിന്നാലെ പാക് പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. തിരിച്ചടിക്ക് ഇന്ത്യയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായ ബ്രഹ്മോസിനെയായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചത്. പാകിസ്ഥാന്റെ 11 വ്യോമത്താവളങ്ങളിലും കനത്ത നാശം വിതച്ചത് ബ്രഹ്മോസിന്റെ ആക്രമണങ്ങളിലൂടെയായിരുന്നു. മെയ് 7-നും 8-നും ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾക്കൊപ്പം മിസൈലുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, ലുധിയാന, ഭുജ് തുടങ്ങിയ വ്യോമത്താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ശ്രമങ്ങളെ നിർവീര്യമാക്കി. ഇതിന് മറുപടിയായി അടുത്ത ദിവസം അതിരാവിലെ തന്നെ തിരിച്ചടി തുടങ്ങി. ഇതിലൂടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു. ഇതിനുശേഷമാണ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. ബ്രഹ്മോസ് സ്കാൽപ് മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. തിരിച്ചടിക്ക് ബ്രഹ്മോസ് മിസൈൽ പ്രധാന ആയുധമായി തിരഞ്ഞെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന് മുകളിൽ ആധിപത്യം വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പാക് വിമാനങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശം നേരിടേണ്ടി വന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ മികച്ച സൂപ്പർസോണിക് മിസൈലുകളാണ് ബ്രഹ്മോസ്. 300 കിലോമീറ്ററോളം ദൂരത്തിൽ കൃത്യതയോടെ പ്രഹരിക്കാൻ കഴിയുന്ന ആയുധമാണിത്. ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് ഈ മിസൈൽ സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യങ്ങൾ ഈ മിസൈൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധഭീതിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല, നിരവധി രാജ്യങ്ങളടക്കം പലപ്പോഴായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്.
അവരുടെ കയ്യിലുള്ള കരുത്തനായ ആയുധങ്ങളുടെ ശക്തി കൂടിയാണ് വീണ്ടും അവിടെ തെളിയിക്കപ്പെടുന്നത്. അങ്ങനെ ഇന്നലെ വന്ന റിപ്പോർട്ടുകളായിരുന്നു നിരായുധരായ മിനിറ്റ്സ്മാൻ 3 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച് അമേരിക്ക ഒരു പരീക്ഷണം നടത്തിയത്. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത്. ഉദ്യോഗസ്ഥരിതിനെ ഡൂംസ് ഡേ മിസൈൽ പരീക്ഷണം എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്ക തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി വീണ്ടും ഉറപ്പിക്കുന്നതിനിടെയാണ് ഈ വിക്ഷേപണം നടന്നത്. ആണവശേഷിയുള്ള മിനിറ്റ്സ്മാൻ 3 മിസൈൽ മണിക്കൂറിൽ 15,000 മൈലിലധികം വേഗതയിൽ ഏകദേശം 4,200 മൈൽ ദൂരം സഞ്ചരിച്ച് മാർഷൽ ദ്വീപുകളിലെ കൊജലിൻ അറ്റോളിലുള്ള അമേരിക്കൻ ആർമി സ്പേസ് ആൻഡ് മിസൈൽ ഡിഫൻസ് കമാൻഡിന്റെ റൊണാൾഡ് റീഗൽ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ടെസ്റ്റ് സൈറ്റിൽ കൃത്യമായി പതിച്ചു. ഈ മിസൈൽ സാധാരണയായി ഒരു ആണവ പേലോഡ് വഹിക്കുന്ന ഒരൊറ്റ മാർക്ക് 21 ഹൈ ഫിഡലിറ്റി റീ എൻട്രി വാഹനം ഘടിപ്പിച്ചിട്ടുണ്ട്. 2024 നവംബറിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസിഡന്റ് വിജയം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ പരീക്ഷണം ഉൾപ്പെടെ മിനിറ്റ്മാൻ 3 മുമ്പ് നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അമേരിക്കൻ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡിന്റെ കമാൻഡറായ ജനറൽ തോമസ് ബുസിയർ ഈ പരീക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഈ ICBM പരീക്ഷണ വിക്ഷേപണം രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിന്റെ ശക്തിയെയും ട്രയാഡിന്റെ ICBM ലെഗിന്റെ സന്നദ്ധതയും അടിവരയിടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സുരക്ഷാ സംവിധാനം പരിപാലിക്കുന്ന വ്യോമസേന അംഗങ്ങളെയും പിന്തുണയ്ക്കുന്ന ടീമുകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. 1970കളിൽ ആരംഭിച്ച മിനിറ്റ്സ്മാൻ പ്രോഗ്രാമിന് പകരമായി സെന്റിനൽ സംവിധാനം കൊണ്ടുവരാനാണ് അമേരിക്കയുടെ പദ്ധതി. സെന്റിനൽ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മിനിറ്റ്സ്മാൻ 3 ഒരു പ്രായോഗിക പ്രതിരോധമായി തുടരുമെന്നാണ് വ്യോമസേന ഉറപ്പ് നൽകിയിട്ടുള്ളത്. രാജ്യവ്യാപകമായി നിർദ്ദേശിക്കപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോമിനെ $25 ബില്യൺ പ്രാരംഭ ധനസഹായം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ICBMകൾ മുതൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഡ്രോണുകൾ വരെയുള്ള വിവിധ ഭീഷണികളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു സമഗ്ര സംവിധാനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ അന്തിമ ചിലവ് ഏകദേശം $175 ബില്യൺ ആയിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏതായാലും പല രാജ്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്ന വമ്പൻ രാജ്യങ്ങളടക്കം ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഒരു പതിവാണ്.